നടക്കാൻ വയ്യ, ആമവാദമെന്നാ വൈദ്യര് പറഞ്ഞേ. ഓ എന്റെ അമ്മേ, കാലം കുറെ ആയല്ലോ ഈ പണി. അതെ അതെ. ആ കുളിക്കാൻ പോവാ? അല്ല, ഊണഴിക്കാൻ പോവാ. മിടുക്കി മിടുക്കി. അതെ അതെ. എടി വിശ്വാസം മുങ്ങി. മുഴക്കോലെ അവിടെ നിക്കടാ. മുഴക്കോലെ രാഘവോ, ഇന്ന് രാവിലെ എടുത്ത പരിസരമാണല്ലോ. ചെത്തി ചെത്തി തീർന്നല്ലോടാ. ഇത്ര വലിയ പടമാണോ നീ വരക്കണേ? മോന ശരിയാവില്ല. അതിന്റെ വര ശരിയല്ലാത്തോണ്ടാ. ഒരു പെൻസിലിന് മുന ഉണ്ടാക്കാൻ പറ്റില്ല. നീയൊക്കെ എന്ത് ആശാരിയടാ. വെറുതെ അല്ല അലുമിനിയ കലത്തിന് ഏറുകൊണ്ട പോലെ ചളിങ്ങിരിക്കണേ. ഡാ, കള്ളപ്പടി എടുത്ത് തിന്നാലുണ്ടല്ലോ, ദഹിക്കൂല. തിന്നത് അങ്ങനെ തന്നെ അതേപടി പുറത്തേക്ക് പോവും. കുഞ്ഞുട്ടേട്ടൻ വലിയ വർത്താനൊന്നും പറയണ്ട. ചേട്ടൻ വല്ല നാവികസേനയിലും ചേരേണ്ട ആളാ. എന്തിന്? മുങ്ങാൻ. അതേടാ ശരിയാ, ഞാൻ മുങ്ങനാശാരിയാ. എന്നിട്ടും നാട്ടുകാർക്ക് മുഴുവൻ ഈ മുങ്ങൻ മതിയല്ലോ. എന്താ, കുഞ്ഞുട്ടനാശാരി കൈവച്ചാൽ മരം മെഴുക. പണിതാ പണിതാ, അതിലൊരു കള്ളത്തരമില്ലാട്ടോ. പിന്നെ മുങ്ങും. 10 സ്ഥലത്ത് ഒരുമിച്ച് പണിക്ക് വിളിക്കണേ. പറ്റില്ല എന്ന് പറഞ്ഞാൽ വിഷമായി. ചായ. അപ്പൊ ഞാൻ ചിലപ്പോ മുങ്ങും പൊങ്ങും, അല്ലാതെ പറ്റില്ലല്ലോ. എന്ന് വെച്ചിട്ട് കുഞ്ഞുട്ടനാശാരി മോശക്കാരനാണെന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്ക് പണി കഴിഞ്ഞിട്ടുള്ള നേരവും ഇല്ല. ഒന്ന് പോടാ ഉണക്കേ. ആശാരിക്ക് ചായ വേണ്ടേ? എനിക്കൊരു പേരുണ്ട്, ആശാരി എന്നല്ല, ശശികുമാർ. ശശികുമാർ ആശാരി ചായ? എനിക്ക് വേണ്ട നിന്റെ ചായ. വേണ്ടെങ്കിൽ വേണ്ട. ചേട്ടാ ശശിക്കൂടാ. മര്യാദ വേണ്ടേ? ആശാരി എന്താ പറയാ? എടാ, ഈ ആശാരിയെ ആശാരി എന്നല്ലാണ്ട് പിന്നെ നമ്പൂരി എന്ന് വിളിക്കാൻ പറ്റും? പേര് വിളിക്കാലോ. അതിന്റെ കൂടെ ഒരു ആശാരി എന്ന് ചേർക്കണം എന്തിനാ? എടാ, ഈ ആശാരി എന്നുള്ള ചീത്തപ്പേരല്ല. ആശാരി വലിയ ആളാ, ഉണ്ടാക്കുന്നവനാ, വിശ്വകർമാവ്. ഇത് അവള് കളിയാക്കിയത് അമ്മാവാ. എടാ, നമുക്ക് തന്നെ ഇതൊരു ചീത്തപ്പേരും കളിയാക്കലുമായിട്ട് തോന്നിയാൽ മറ്റുള്ളവർക്ക് എങ്ങനെയാ തോന്നാണ്ടിരിക്കുക? മോനെ മോനെ, അങ്ങനെ അടിക്കരുത്. കുട്ടോടി കൊണ്ട് ഉളി നോവരുത്, ഉളി കൊണ്ട് മരം നോവരുത്. എന്നാലേ മരം വഴങ്ങൂ, അപ്പോഴേ നല്ല പണിക്കാരനാകൂ. ഇതൊന്നും സാരമില്ലടാ, ശരിയാവും. നീ പണിതോ, മാ പിടി. ആ കണക്ക് എനിക്ക് മനസ്സിലായോടാ? കുട്ടാ, മോന് പണി പഠിക്കണോ വേണ്ടേ? ചേട്ടാ, ഇതെന്താ ചേട്ടാ? മുഴക്കോല്. ചാച്ചി, മുഴക്കോല്. ഇത് സംഭവമാവാ, കളിയാക്കണതാ. അതിനാരും ഒന്നും പറഞ്ഞില്ലല്ലോ. അതൊക്കെ നിന്റെ തോന്നലാ. ഇനി ഞാൻ നല്ല കണ്ണു വെട്ടം തെറി വിളിക്കും. ഏത് തമ്പുരാട്ടയിലും കൊള്ളാം. തമ്പുരാട്ടിയോ? അവള് തമ്പുരാട്ടിയോട്ടും അല്ല, അത് ഇവിടെ വേലക്ക് വെക്കണ പെണ്ണാ. അത് ശരി. വേഷം ഭാവമൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കോലയത്ത് വന്ന്. എന്നോടങ്ങനെ പറയുകയും ചെയ്തു. അവള് ഇവിടെ തന്നെയാ വളർന്നതേ. പത്മിനി, ചന്ദ്രനാരുടെ കത്ത ഏത് നിമിഷം പ്രതീക്ഷിക്കാന്ന്. വരും വരുന്നുള്ള കാത്തിരിപ്പ് വലിയ വിഷമാ. ഇവിടെ ആശാരിമാര് വന്നിട്ടുണ്ടെന്ന് പറയണ കേട്ടു. കുറച്ച് പണിയോടി ബാക്കിയുണ്ടായിരുന്നു. ചന്ദ്രേട്ടൻ വരുമ്പോഴേക്കും അത് കഴിച്ചു വെച്ചാ വീട് പണി തുടങ്ങാലോ. ആശാരിമാരാരേലും ഉണ്ടേല് ഒരു 10 മിനിറ്റിന് വിടുവോ കോലത്തേക്ക്? അടുക്കളപ്പുറത്തൊരു പട്ടിക ദ്രവിച്ചിട്ട് എപ്പോഴാ ഓട് തലയിൽ വീഴാന്ന് അറിയില്ല. ഒരാശാരി അന്വേഷിച്ചിട്ട് കിട്ടണ്ടേ? 10 മിനിറ്റ് നേരത്തെ പണിയേ ഉള്ളൂ. അതിനെന്താ വേണ്ടെന്ന് വെച്ചാ കൊടുക്കുകയും ചെയ്യാം. അയ്യോ, അതൊന്നും വേണ്ട, ഞാൻ അങ്ങോട്ട് പറഞ്ഞുവിടാം. ഇത്തിരി വൃത്തിയും വെടുപ്പുള്ള ഒരെണ്ണത്തിന് വേണം വിടാൻ. പിന്നെ വരുമ്പോ കൈയും കാലും കഴുകിയിട്ട് വേണം കോലത്തേക്ക് കയറാന്ന് പറയണം. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ല. എന്നാലും ശരി.
അമ്മേ അമ്മേ ഒന്നിങ്ങോട്ട് വരൂ, ഒരു തമാശ കാട്ടിത്തരാം. എന്താടി? ഒന്നിങ്ങോട്ട് വരൂ. ഈ ആളെ അറിയോ അമ്മേ? അമ്മയ്ക്ക് മനസ്സിലായില്ലേ? യേശുദാസ്. അച്ഛൻ സംഗീതജ്ഞൻ, അമ്മ സംഗീതജ്ഞ. ഇതാണ് സംഗീതം. കേട്ടാ, എത്ര കാശ തരേണ്ടത്? ഒന്നും വേണ്ട. നിൽക്കൂ, സൗജന്യൊന്നും എനിക്ക് വേണ്ട. ഈ ചെമ്പൈ സംഗീത കോളേജില് ആശാരിപ്പണി പഠിപ്പിക്കുന്നുണ്ടോ അമ്മേ? പരിഹസിക്കരുത്. കള്ളത്തരം മുഴുവൻ പറഞ്ഞു വല്ലേ കേമത്തരം ചമഞ്ഞു. എനിക്ക് അന്നേ അറിയാൻ നുണയാണെന്ന്. ചെമ്പൈ സംഗീത കോളേജിന്റെ പ്രിൻസിപ്പൽ ആരാന്നറിയോ? ഇവളുടെ അമ്മാമൻ, എന്റെ ഏട്ടൻ പ്രഭാകരവർമ്മ. എന്തുണ്ടായി തമ്പ്രാട്ടി? കാര്യങ്ങളൊക്കെ ഇയാൾക്കറിയാം. അപമാനിച്ചു വിട്ടില്ലേ എന്റെ മോളെ? ഇവൾക്ക് പാടമറിയില്ല അത്രേ. എന്നിട്ട് ആ വേലക്കാരി പെണ്ണ് പാടിയ പാട്ട് കേമം. ചേരേണ്ടതല്ലേ ചേരൂ. കണ്ട ആശാരി ചക്കന്റെ കൂടെ പാടാൻ അളവന്നില്ലല്ലോ, അതന്നെ ഭാഗ്യം. ഇപ്പൊ നിന്റെ മനപ്രയാസം തീർന്നില്ലേ? അമ്മേന്നെ ഒന്ന് കാണട്ടെ. പൊട്ടരാണത്രേ, പൊട്ടര്. നിനക്കത്ര സഹിക്കാൻ പറ്റണ്ടെങ്കിൽ നീ തത്തമംഗലത്തിന് തിരിച്ചു നോക്കൂ. എന്തായാലും ആലോചിച്ചിട്ട് തീരുമാനിക്കുക. ആശാരിയുടെ കല പാട്ടും കൂട്ടുകൊണ്ടല്ല, അതിനേക്കാളൊക്കെ വലിയ കലയാ. നിനക്കിത് രണ്ടുണ്ടല്ലോ, പിന്നെന്താ നിനക്കത്ര മാനക്കേട്? ഇതുകൊണ്ടാ ഞാൻ നാട്ടിൽ പണിക്ക് പോകാത്തത്. പട മേടിച്ച് പന്തളത്ത് നിന്നപ്പോ പന്തം കൊളുത്തി പട. പട പേടിച്ചാലല്ലടാ പന്തളത്തിന് പോണ്ട കാര്യമുള്ളൂ. പട പേടിച്ചില്ലെങ്കിലോ? എന്തേ, അങ്ങനെയുണ്ടല്ലോ ഒരു കാര്യം. ശശിയെ വിളിച്ചിട്ടാ? ഞാൻ വിളിച്ചല്ലേ. എവിടെ നിന്നിട്ട്? ഇനി താങ്ങില്ല. ആഹാ, ഇപ്പഴാ പറഞ്ഞേ. അത് പിന്നെ സ്വഭാവം മറക്കോ? ഉണ്ണാൻ വിളിക്കുമ്പോഴാണല്ലോ പണിത്തിരക്ക്. അതൊരാപ്പാണല്ലോ. ഇവളാളൊരു കാന്താരി തന്നെയാണ് കേട്ടോ. ദേ, ഇവളും അവളെ എടിയെന്നൊക്കെ വിളിക്കാനേ വീട്ടിൽ നിന്ന് സ്വന്തം മോളെ കൊണ്ടു നിർത്തണം. കൊച്ചമ്പ്രാട്ടിന്ന് വിളിക്കണോന്ന് അമ്മാവാ പൂതി. കൊച്ചമ്പ്രാട്ടിയെ അടിയിൽ ഇത്തിരി ചോറ്. അടിയാളർക്കൊക്കെ പുറത്താ സീറ്റ്. അപ്പൊ നമ്മൾ രണ്ടാളും പുറത്തിരിക്കേണ്ടി വരും. എന്തൊരു തമാശ. ഞങ്ങളുടെ നാട്ടില് വീട്ടുവേലയ്ക്ക് നല്ല അടക്കം ഒതുക്കമുള്ള പണി അറിയാവുന്ന പെമ്പിള്ളേരെ നിർത്തും. ഇത് കണ്ട അമ്മാവാ ഒരു മുരിങ്ങക്കായന്റെ നീളം. അയ്യോ, ഇതെന്താ കൊടിമരോ? അളവ് നോക്കി മുറിക്കാൻ ഇവിടെ മുഴക്കോലൊന്നുമില്ല. അത് ഞങ്ങൾ ആശാരിമാരുടെ കയ്യിലുണ്ട്. പക്ഷെ അളക്കാൻ മാത്രമല്ല, നല്ല പടപടയ്ക്കാനും പറ്റും. അതിന് നല്ല വള്ളിച്ചോറിലാടാ നല്ലത്. വള്ളിച്ചോറിലും കൊണ്ടിട്ട് വാ, മോന്തിട്ട് ഷേപ്പ് മാറ്റും. മിണ്ടായിരിക്കടി. അപ്പൊ ആള് പറയണതോ? പപ്പേച്ചിയുടെ മുമ്പിലെ ചിത്രമൊക്കെ പറഞ്ഞിട്ടും എന്താ അയാളോട് പറയാത്ത? അരിയും തിന്ന് ആശാരിച്ചും കടിച്ചു. പിന്നെ പട്ടിക്കന്നെ മുറുറുപ്പ്. തൈരിക്കുന്നുണ്ടോ പത്മേച്ചി? കുറച്ചേ ഉണ്ടാവുള്ളൂ. ഉള്ളതാ, പാലക്കാട്ടിൽ നിന്ന് അമ്മാമ്മ വന്നിട്ടുണ്ട്. വെള്ളം കുടിക്കാൻ എല്ലാരും ഉണ്ടോ? അമ്മായി മക്കളൊന്നും വന്നിട്ടില്ല. അമ്മാമ്മ ഗുരുവായൂർ കച്ചേരി കഴിഞ്ഞ് വരുന്ന വഴിയാ. നന്നായേ ഉള്ളൂ. അമ്മാമ്മ പറഞ്ഞു കേട്ടോ, അറിയാന്ന് കാണണെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ഒന്നും കഴിച്ചില്ലല്ലോ. എന്നെ ചിലരുടെ കണ്ട് വിളിച്ചിട്ടാവും. വരില്ലെന്നറിയാം, എന്നാലും അമ്മമ്മ കാണുമെന്ന് പറഞ്ഞപ്പോ അയാളുടെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. തനിക്കുറുക്കൻ. നീ വെറുതെ ആളോടെ വട്ടുപിടിപ്പിക്കണ്ട. എന്തെങ്കിലും നുണയൊക്കെ പറഞ്ഞ് ജീവിക്കണവര് ജീവിക്കട്ടെ. ആ അതെ തിരുമേനി, ഉറങ്ങിയാ ശരിയാവില്ല കേട്ടോ. പോണം. ഏയ് ഉറങ്ങണില്ല, ഊണ് കഴിഞ്ഞൊന്ന് കിടക്കും, അത്രേ ഉള്ളൂ. കാണാൻ ഒരാള് വന്നിരിക്കണു. ആരാ? ഒരാശാരിച്ചക്കൻ. വരാൻ പറയൂ. ഓ, ഇങ്ങോട്ടോ? ഇങ്ങോട്ടൊന്നും കയറ്റണ്ട, ഏട്ടൻ അങ്ങോട്ട് ചെല്ലൂ. എടാ നീ എന്താടാ ഇത്? നീ ബോംബെക്ക് പോയിന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. പോയില്ല. ശശികുമാർന്ന് കേട്ടപ്പോ എനിക്ക് മനസ്സിലായില്ല.
അത് ഗാനമേളക്കൊക്കെ പോകുമ്പോ ഒരു സ്റ്റൈലിന്. ശശിധരൻ എന്ന പേരിന് സ്റ്റൈൽ കുറവെന്ന് ആരാ പറഞ്ഞത് തന്നോട്? മഹാനിഷേധിയാ നീ. സിനിമാക്കാരുടെ പുറകെ നടന്ന് പഠിപ്പ് വലിച്ചു. ഹിന്ദുസ്ഥാന് പഠിക്കാൻ ബോംബെക്ക് പോയി എന്നറിയപ്പോ ആയിക്കോട്ടെ, അങ്ങനെയെങ്കിലും നന്നാവണമെങ്കിൽ നന്നാവട്ടെ എന്ന് വെച്ചു. എവിടെ? ദേ മരപ്പണി കൊണ്ട് നടക്കുന്നു, വിവരം കെട്ടവൻ. ലീലേ, നിങ്ങൾ പരിഹസിച്ചില്ലേ അവനെ? പരിഹസിക്കല്ലേ വേണ്ടത്, അടിയാ കൊടുക്കേണ്ടത്. ഈശ്വരൻ മനസ്സറിഞ്ഞ് വരദാനായിട്ട് കൊടുത്ത ശബ്ദം ഒരു വിലയില്ലാണ്ട് നശിപ്പിക്കണം മരമണ്ടൻ. വാടാ, ഇങ്ങോട്ട് കയറുവാ. വേണ്ട സാർ, പണിസ്ഥലത്ത് നിന്ന് പറഞ്ഞതാ, വേർപ്പാ, കുളിച്ചിട്ടില്ല. പിന്നെ വേണ്ട, അങ്ങോട്ട് കയറുന്നില്ല, അത് ശരിയാവില്ല. പണി ഉണ്ടാവും അവിടെ. സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ പോയിക്കോട്ടെ ഏട്ടാ. കണ്ടിട്ട് ഇവനെ വെറുതെ വിടാനോ? അത് കൊള്ളാം. കോളേജിൽ പഠിച്ചുപോയ ധാരാളം കുട്ടികളുണ്ട്, മിടുക്കന്മാരും അല്ലാത്തവരൊക്കെ ഉണ്ട്. സിനിമാ പാട്ടിന്റെ അസ്ക്രിയുണ്ടെങ്കിലും 5-8 കൊല്ലത്തിനിടയ്ക്ക് ഇവന്റെ പോലെ ഇത്രയും ശ്രുതിശുദ്ധമായൊരു ശബ്ദം എന്റെ ഓർമ്മയില്ല. കേൾക്കേണ്ടത് നിനക്ക്? ഓ, എന്ത് കേൾക്കാൻ? ഇവിടെ അകത്തേക്ക് കയറണമെന്നും മൂപ്പർക്ക് ഇഷ്ടാവില്ല. നിനക്കിഷ്ടമല്ലാന്ന് പറയൂ. സംഗീതത്തിന് എന്താടി അയിത്തം? സംഗീതത്തിന് അയിത്തം കൽപ്പിക്കണം നീ. ഈശ്വരനും അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുന്ന കരുതണ്ടേ? വേണുനാഥം എവിടുന്നാ ഉണ്ടാവണമെന്ന് അറിയോ? ഈറക്കൊള്ളിന്ന താൻ ഇങ്ങോട്ട് വരിക. അല്ല, പാടോ. പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്റെ മറന്നു എന്റെ ഇല്ല, അറിയാതെ ഇനി പാടില്ല. പാടിക്കോ, അറിഞ്ഞൊക്കെ പാടിക്കോ. പക്ഷെ രാധയെ കാണുമ്പോഴുള്ള പാട്ട് അത് വേണ്ട, അത് ആരോഗ്യത്തിന് ഹാനികരാ. മനസ്സിലായോ? യെസ്, ഇൻജൂറിയസ് ടു ഹെൽത്ത്. അതെ. ഇപ്പോ പാട്ട് നിർത്തണ്ട, പോയിക്കോ. പാടിത്തുടങ്ങാൻ പദങ്ങളില്ല, ആടിത്തുടങ്ങാൻ ചുവടുകളില്ല. മുഴക്കോല് ചിലർക്ക് ഗന്ധർവന്റെ ജന്മം കിട്ടിയിരിക്കുന്നത്. ആർക്കാ രാച്ചി? എന്റെ കെട്ടിയോന് ഈ രാച്ചി. അതിന് ഇത്ര പവറൊന്നും കാണിക്കണ്ട. ഞാൻ കുട്ടിയോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തോ? വയറ്റിപ്പഴപ്പിന് വേണ്ടിയാ മരപ്പണിക്ക് വരുന്നത്. പാട്ടിൽ ഇത്തിരി കമ്പൗണ്ടായി പോയിന്നല്ലാതെ ഒരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല. എന്തിനാ എന്നെ ഇങ്ങനെ കളിയാക്കണേ? പ്ലീസ്, ജീവിച്ചു പോയിക്കോട്ടെ. വിളിക്കട്ടോ രാച്ചി? മുഴക്കോ? വേണ്ട, ഇനി അങ്ങനെ വിളിക്കണ്ട, പാവല്ലേ. പാലെപ്പിടി തിളച്ചു പോയല്ലോടി. നീ ഇവിടെ എന്തെടുക്കായിരുന്നു? നിനക്ക് എന്താടി പറ്റിയേ? 2 ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു, എല്ലാറ്റിനും ഒരു അശ്രദ്ധ. നീ ഇവിടെ ഒന്നും അല്ലേ? മാപ്പ് തരണം. ഇയാളെ ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ. തന്നിരിക്കുന്നു. എന്താ? മാപ്പ്. മാപ്പോ? മാപ്പല്ല, ആപ്പ്. ആപ്പ്. ആപ്കി കസം കണ്ടിട്ടില്ലേ?
കുഞ്ഞുട്ടേട്ടോ ഓ മരുമോനെ എവിടെയോ ഒരക്ഷരപ്പശക്ക് കാണുന്നുണ്ടാ. എടാ അവന്റെ ഒരക്ഷരല്ലേ പെശകിട്ടുള്ളൂ, നിന്റെ 3 അക്ഷരം പെശകി കിടക്കുക. 3 അക്ഷരം. കുരുത്തം. ഇതുപോലൊരാൾ എന്റെ വീടിന്റെ അടുത്തുണ്ട്. ചെവിയിൽ എപ്പോഴും ഒരു പൂ വെച്ചുണ്ടാവും. ചെമ്പരത്തിപ്പൂ. എടാ നിന്റെ വീടിനടുത്തുള്ള ഒരാളെന്ന് പറയേണ്ട കാര്യമില്ല, നിന്റെ വീട്ടിലുള്ള ഒരാൾ എന്ന് പറഞ്ഞാ പോരെ. അതാരാ? നിന്റെ അച്ഛൻ.